നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും അതിനാൽ PMLA ആക്ട് പ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ലെന്നും കോടതി. സത്യം വിജയിച്ചുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, കോൺഗ്രസിന്റെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയതായിരുന്നു ഈ നാഷണൽ ഹെറാൾഡ് കേസ്. ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം നിലനിൽക്കുന്നതല്ല എന്നാണല്ലോ ഡൽഹി ഹൗസ് അവന്യൂ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഈ EDയുടെ കുറ്റപത്രം തള്ളിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? GK കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്ന ഒരു കേസായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ്. അതിലെ ED നടപടികൾ ഇന്ന് ED സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് റൌസ് അവന്യൂ കോടതി ആ കുറ്റപത്രം നിലനിൽക്കില്ല എന്ന നിരീക്ഷണം കണ്ടെത്തിയിരിക്കുന്നത്. ED കുറ്റപത്രം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വകാര്യ പരാതി, അതായത് സുബ്രഹ്മണ്യം സ്വാമിയുടെ സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. അതിനാൽ തന്നെ PMLA ആക്ട് പ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ല എന്നായിരുന്നു കോടതി അറിയിച്ചത്. തുടർന്നാണ് ഈ കുറ്റപത്രം കൊണ്ട് റൌസ് അവന്യൂ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇതിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഗൂഢാലോചന കേസ് രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും എടുത്തിട്ടുണ്ട്. അതിൽ EDക്ക് തുടർ നടപടികളുമായി മുൻപോട്ട് പോകാം എന്നൊരു കാര്യം കൂടി, സൂചന കൂടി കോടതി ഇന്ന് നൽകുന്നുണ്ട്. പക്ഷേ നേരത്തെ കേസിൽ FIR സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ, FIR ഇല്ലാത്ത സാഹചര്യത്തിൽ ED കുറ്റപത്രം നിലനിൽക്കില്ല എന്ന സുപ്രധാന നിരീക്ഷണമാണ് റൌസ് അവന്യൂ കോടതി നടത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രതികരണവുമായി രംഗത്തെത്തി. സത്യം വിജയിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആ ഒരു പ്രതികരണം. മോദി സർക്കാരിന്റെ വഞ്ചനയും നിയമവിരുദ്ധതയും പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുമെതിരെ നടപടി പൂർണ്ണമായും നിയമവിരുദ്ധവും വഞ്ചനാപരവുമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ തീരുമാനത്തോടുകൂടി, തീർപ്പോടുകൂടി ഈ കേസ് പൂർണ്ണമായി ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതായത് നാഷണൽ ഹെറാൾഡ് കേസ് ഇതോടുകൂടി ഇല്ലാതായി എന്ന് പറയാൻ കഴിയുമോ? GK പൂർണ്ണ ആശ്വാസം ലഭിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാനായി കഴിയില്ല. അതിന് കാരണം എന്നുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തത്. അതായത് ഈ അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നാരോപിച്ചായിരുന്നു ആ കേസ്. ആ സാഹചര്യത്തിൽ EDക്ക് ആ FIRന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളാകാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ED ആ ഒരു വഴിയിലേക്കായിരിക്കും. ഏതായാലും ഈ കേസ് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. അതേസമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം റൌസ് അവന്യൂ കോടതി തള്ളിയിരിക്കുന്നു. കോൺഗ്രസിന് പാതി ആശ്വാസം ലഭിച്ചതാണ്. സത്യം വിജയിച്ചു എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.